പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 62-ാം സങ്കീർത്തനം. സങ്കീർത്തകൻ നമ്മളോട് പറയുകയാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. 5-ാമത്തെ വചനം പറയുകയാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ഈ വചനം വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. ലോകത്തിൽ പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നൊരു സമയമാണ്. ഓരോ ദിവസവും ഓരോ മാസം ചെല്ലും തോറും ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം വരുമ്പോൾ ലോകത്തിൽ കുറേ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. ലോകത്തിൽ ഇപ്പോൾ UK വലിയ ആഭ്യന്തര കലഹം തുടങ്ങുന്നു. ബംഗ്ലാദേശിലുണ്ട്, ഫ്രാൻസിൽ തുടങ്ങുന്നതിൻ്റെ ആവശ്യം. എല്ലായിടത്തും പലവിധ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കവും മണ്ണ് എന്താ പറയുക, ഭൂകമ്പത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, യുദ്ധത്തിൻ്റെ കോലാഹലങ്ങളുണ്ട്. ഇതുകൂടാതെയുള്ള രോഗപീഠകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളോട് ഒരു കാര്യം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നിന്റെ പ്രത്യാശ ആരിലാണ്? നീ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ദൈവമാണ് എൻ്റെ പ്രത്യാശ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരിക്കൽ കൂടെ സ്വർഗം നമുക്ക് ഇതിലൂടെ എല്ലാം കാണിച്ചു തരികയാണ്. നാം പ്രത്യാശിക്കേണ്ടത് ഈ ലോകത്തിലോ ലോകത്തിൻ്റെ സമ്പത്തിലോ ലോകം തരുന്ന സ്ഥാനമാനങ്ങളിലോ ഒന്നുമാകരുത്. അല്ലെങ്കിൽ ലോകം തരുന്ന സുരക്ഷിതത്വത്തിലോ. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മരുന്നുകൾ കഴിക്കാറുണ്ട്, നമ്മളുടെ വാഹനങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസുകളും എടുക്കാറുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോഴും സ്വർഗം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിന്റെ വിശ്വാസം എവിടെയാണ്? നീ ആരിലാണ് പ്രത്യാശ അർപ്പിക്കുന്നത്? നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ദൈവം എന്നെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിച്ച് പരിപാലിക്കുമെന്നുള്ളതാണോ? അതല്ല. ഞാൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലാണ് വിശ്വാസം അർപ്പിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം
നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്: നമ്മളാരും ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ ദൈവത്തിൽ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതല്ല. എന്നാൽ നമ്മുടെ ചുറ്റുപാടും മരിച്ചുപോയ മനുഷ്യരാരും ഇല്ലാത്തതുകൊണ്ടല്ല അവർ മരിച്ചുപോയതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവരെല്ലാം പാപികൾ. നമ്മൾ കുറേ പേരിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് 91 സങ്കീർത്തനം ചെല്ലുന്നത് കൊണ്ടും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നതല്ല വിശ്വാസം. അപ്പം ഇവിടെയാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കാതൽ എന്താണ്? എന്തിനാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല ഞാൻ നശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഞാൻ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഞാൻ നശ്വരമായ വസ്തുക്കളിൽ എൻ്റെ പ്രത്യാശ കൊണ്ടുപോയി വെക്കരുത്. എൻ്റെ ആശ്രയം ഇതിലൊന്നും ആകരുത്. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും സ്വർഗം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഇത് നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനെ കയറി നീ സ്നേഹിക്കരുത്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നിൻ്റെ ഹൃദയം കൊണ്ടുപോയി വെക്കരുത്. ഇതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഈ വിശ്വാസത്തിലേക്ക്, ഈ പ്രത്യാശയിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ? അതോ ഇപ്പോഴും ഭയവും ആകുലതയും ഉത്കണ്ഠയും ജീവിത വ്യഗ്രതയും നാളെ എങ്ങനെ ജീവിക്കുന്നുള്ള ആകുലതയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? സ്വർഗം നമ്മളോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോഴും ദൈവത്തിൽ വിശ്വാസമായിട്ടില്ല. ഇന്ന് ഈ ലോകത്ത് വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ നടക്കുമ്പോൾ സ്വർഗം ഒരു കാര്യം നമ്മളോട് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്: നമ്മളാരും, നമ്മുടെ മരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് വെള്ളപ്പൊക്കം വന്നിട്ടാണോ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടാണോ, അതോ ഭൂമി ഉലുങ്ങിയിട്ടാണോ, അതോ ഡെങ്കു വന്നിട്ടാണോ, അതോ ഹാർട്ട് അറ്റാക്കാണോ, അതോ ആരെങ്കിലും ഞാൻ യേശുവിനെ പ്രഘോഷിക്കുന്നതുകൊണ്ട് തന്നെ രക്തസാക്ഷിത്വം വഴിയാണോ, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം: എങ്ങനെ മരിച്ചാലും നമ്മൾ വെറുതെ നമ്മുടെ ജീവിതം ഒരു ശൂന്യതയിൽ അവസാനിക്കുന്നതല്ല, ചുമ്മാ മരിച്ചു പോകാനുള്ളതുമല്ല. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്: ഇത്രയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ലോകത്ത് മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇതിലൊന്ന് എന്നെ കയറി പിടിക്കാം. ആ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേ ആണ്. ഹല്ലേലൂയ. Because I am going to see my Lord face to face. That is the reason why I live in this world. ഈ പ്രത്യാശയാണ് ഒരു വിശ്വാസിക്ക് ഈ കാലഘട്ടത്തിൽ നൽകുന്നത്. അവനൊന്നും ഭയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം നിറവേറാൻ പോവുകയാണ്. ഞാൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ലക്ഷ്യം സംഭവിക്കാൻ പോവാണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ഐ എം വെരി ഹാപ്പി about what is happening in this world. നിങ്ങൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ലോകത്തിൽ ഒരു വസ്തുവിലും ഒരു വ്യക്തിയിലും
ഒരു സംവിധാനത്തിലും എൻ്റേതായിട്ടുള്ള ഒരു നിക്ഷേപവും ഇല്ല. എനിക്ക് ഈ ലോകത്തിൽ ഒരു രൂപയുടെ നിക്ഷേപമില്ല. എൻ്റെ നിക്ഷേപം മുഴുവൻ സ്വർഗത്തിലാണ്. അതിനുവേണ്ടി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും നശിച്ചു പോയാലും അത് എന്നെ ബാധിക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ചെറുതും വലുതുമായ വേദനകൾ, ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ വരുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും സ്വർഗം ലക്ഷ്യമാക്കിയിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണം. ലോകത്തിൽ നിന്നും ഈ ലോകത്തിലെ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന മുറിവുകളോ ദുഃഖങ്ങളോ, ലോകത്തിൽ ലഭിക്കുന്ന തകർച്ചകളോ പരാജയങ്ങളോ ഒന്നും ആയിരിക്കരുത് നമ്മുടെ ജീവിതക്രമത്തെ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ദൈവത്തിലുള്ള പ്രത്യാശ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ചുറ്റുപാടും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ സ്വർഗം നമ്മളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നീ മുറുകെ പിടിക്കണം. അപ്പം നമ്മൾ പറയാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട് കർത്താവേ. നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ഇടയ്ക്ക് സ്വർഗമൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്തിനാണ്? നീ സ്വർഗത്തിലെത്തണമെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ വിശ്വാസം ശരിയാണോ എന്ന് നമ്മുടെ അപ്പൻ ഒന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. ഏദൻ തോട്ടത്തിൽ ആദ്യ പാപം ചെയ്തപ്പോൾ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു മനുഷ്യൻ. അപ്പോൾ ഹവ്വ പഴം കഴിച്ചു. ദൈവം ചോദിച്ചു ആദത്തോട്, എന്തിനാടാ നീ എവിടെയാടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നഗ്നനായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അതെന്താ, നീ ഞാൻ പറഞ്ഞ കൽപ്പന ലംഘിച്ചോ? കർത്താവേ, ഒരബദ്ധം പറ്റിപ്പോയി, എൻ്റെ ഭാര്യ അവൾക്കൊരബദ്ധം പറ്റിപ്പോയി, നീ ക്ഷമിക്കണം, ഞാൻ അവൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു, അവൾ എനിക്കും ആ പഴം തന്നു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ആദം പറഞ്ഞു, നീ തന്ന സ്ത്രീ അവൾ കാരണമാണ് ഞാൻ ആ കൽപ്പന ലംഘിച്ചത്. അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മളും ഇന്നും ചില തെറ്റുകളും അബദ്ധങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയണത്? ഇന്നാൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തു പോയെന്ന് പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ടോ? അതോ എൻ്റെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെ എല്ലാം കാരണം ഈ പറയുന്ന മനുഷ്യരും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നിടത്തും നമുക്ക് എന്തില്ല? വിശ്വാസമില്ല. അപ്പം നമ്മളുടെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ പേര് കൂടിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് വല്ലവൻ്റെയും തലയിലിടരുത്. തീർച്ചയായിട്ടും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, എതിരെ വന്ന വണ്ടിക്കാരൻ റോങ് സൈഡിൽ വന്ന് എൻ്റെ വണ്ടിക്കിട്ടിടിച്ചു. അയാൾ റോങ് സൈഡിൽ വന്നതാണ്. പക്ഷേ അതെന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അയാൾ റോങ് സൈഡ് വന്നെന്നുള്ളതല്ല. കർത്താവേ, എവിടെയാണ് പ്രശ്നം? ഇങ്ങനെ ഒരു ഇടി വരേണ്ട കാര്യമില്ല. എൻ്റെ തലമുടി നാരിലൊരു തലമുടി പോലും നീ അറിയാതെ താഴെ വീഴുന്നില്ല. Then why this has happened? What do you want to speak to me?
ഈ ഒരു സഹനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡൻറ്റിലൂടെ, ഈ ഒരു പ്രശ്നത്തിലൂടെ എന്താണ് നീ എന്നോട് സംസാരിക്കുന്നത് കർത്താവേ? നിന്റെ ദൈവീക പദ്ധതിയിൽ ഈ ആക്സിഡൻറ്റിനുള്ള സ്ഥാനം എന്താണ്? കൃത്യമായി ചോദിക്കണം. അല്ലാതെ അയാൾ റോങ് സൈഡിൽ കൂടി വന്നുകൊണ്ടാണ് ഇടിച്ചത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാകരുത് നീ. ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതാണ് ഇതിങ്ങനെ ആയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് മുന്നറിയിപ്പുകൾ തരികയാണ് ദൈവം. ഹൗവയും ആദവും പാപം ചെയ്തു. പാപം ചെയ്ത ഹൗവയുടെ ആദത്തോടും ചോദിച്ചു, എന്ത് പറ്റി? രണ്ടുപേരും അവർ പാപത്തെ മറച്ചു വെച്ചു. ഏറ്റുപറയാനുള്ള വിശ്വാസമില്ല. കാരണം വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം. ഞാൻ എത്ര വലിയ പാപം ചെയ്താലും, അപ്പാ ഐ എം സോറി, തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് പറയാതെ അത് വേറെ ആളാണെന്ന് നമ്മൾ പറയരുത്. അങ്ങനെ അത് പറയാതെ വേറെ ആളാണ്, നീ തന്ന സ്ത്രീയാണ് എന്നെ കൊണ്ട് ഇത് ജയിപ്പിച്ചതെന്ന് ആദം പറഞ്ഞപ്പോൾ സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് മകളെ നീ ചെയ്തത്? അവൾ പറയാ, ഞാനല്ല, സാത്താൻ എന്നെ പറ്റിച്ചതാണ്. അപ്പോൾ ദൈവം സാത്താനെ വിളിച്ച് സാത്താന് ശിക്ഷ കൊടുക്കുകയാണ്. സാത്താന് ശിക്ഷ കൊടുക്കുന്നത് ആദത്തിനും ഹൗവയ്ക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു. അത് കണ്ടവർ അനുതപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. സാത്താന് ശിക്ഷ കിട്ടിയപ്പോൾ അവനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. ഓക്കെ, അങ്ങനെ തന്നെ വേണം. അത് കഴിഞ്ഞപ്പോൾ ദൈവം സ്ത്രീയോട് പറഞ്ഞു, നീ എൻ്റെ പ്രമാണം ലംഘിച്ചതിനാൽ നിനക്ക് ഈ ശിക്ഷ, നിന്റെ ഗർഭാരിഷ്ടകൾ ലേശം നിറഞ്ഞതായിരിക്കും, നിനക്ക് ഭർത്താവിൻ്റെ മേൽ അഭിലാഷം തോന്നി നിന്നെ ഭരിക്കും. സ്ത്രീക്ക് ശിക്ഷ കൊടുക്കുകയാണ്. അത് ആദത്തിനുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ ആദം പറഞ്ഞു, അവൾക്ക് അങ്ങനെ തന്നെ വേണം, 4 കൊമ്പ. എന്നേക്കാൾ മുൻപേ അവൾ ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ചത്. ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾക്ക്, 2 എല്ല് കൂടുതലാണ്, 2 കൊമ്പ് കൂടുതലാണ്. അങ്ങനെ തന്നെ വേണമെന്ന് വരും. പക്ഷേ അവൻ്റെ മേൽ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ചുറ്റുപാട് നടക്കുന്നത് മുഴുവൻ എന്താണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതാണ് സ്വർഗം നമ്മളോട് പറയണത്. എൻ്റെ വിശ്വാസം എവിടെയാണ്? എൻ്റെ പ്രത്യാശ എവിടെയാണ്? നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നീ കൈകൊട്ടലും പ്രാർത്ഥനയൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിൻ്റെ ഹൃദയം എവിടെയാണ്? നിൻ്റെ നിക്ഷേപം എവിടെയാണ്? ഇതൊക്കെ വളരെ ഗൗരവത്തോടെ ചോദിക്കാനുള്ള അടയാളങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുക. അപ്പോൾ നമ്മൾ പറയാം, അവിടെ വയനാട്ടിൽ കുറേ പേര് മരിച്ചുപോയി, ഇതൊക്കെ പാപികളാണ്, ഇവിടെ കുറേ പേര് ചത്തുപോയി, അതെല്ലാം തോന്നിവാസം ചെയ്തവരാണ് എന്ന വിഡ്ഢിത്തരം പറയരുത്. ഇവരാരും നമ്മളെക്കാൾ പാപികളായതുകൊണ്ടല്ല അത് സംഭവിച്ചത്. നമുക്കുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എവിടെയാണ്? അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ വരുമ്പോൾ നഷ്ടധൈര്യരും നിരാശരും ദുഃഖിതരുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക, വലിയ ദുരന്തം നിൻ്റെ മേൽ വരാൻ പോവാണ്, വലിയ പ്രതിസന്ധി ലോകത്തിൻ്റെ മേൽ വരാൻ പോവാ. അന്ന് നീ എന്ത് ചെയ്യും? ഇപ്പോൾ ചെറിയ സാധനം വന്നിട്ട് തന്നെ നിൻ്റെ ഗ്യാസ് പോയി. ചെറിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് വലിയ സാധനം നമ്മൾ കണ്ടു. 10-20 ഏക്കർ അങ്ങ് വലിച്ചു പോവാണ്. 10,000-2000 പേര് പോയി. കണക്കിൽ 200 പേര് 300 പേര് എന്നൊക്കെയാണ് പറയണത്. മോർ ദാൻ 2000 ലൈഫ് ഇസ് ഗോൺ. അപ്പോൾ നിനക്കിതെല്ലാം മുന്നറിയിപ്പാണ്. അപ്പോഴും ഞാനിങ്ങനെ ഈ ലോകത്തിൽ ഇനി എങ്ങനെ 4 കാശുണ്ടാക്കാം, ഇനി കുറച്ചുകൂടി എങ്ങനെ സുഖസൗകര്യത്തോടെ ജീവിക്കാം, എൻ്റെ മക്കളെ എങ്ങനെ ഏത് രാജ്യത്ത് വിട്ട് $4 സമ്പാദിക്കാം, ഇതൊക്കെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ നിനക്കുള്ള മുന്നറിയിപ്പുകളാണിത്. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, മക്കളൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ രക്ഷ? ചില വൈദികരും പറയും, ബ്രദറെ അവരൊക്കെ പോയി രക്ഷപ്പെടട്ടെ. എന്താ ഈ രക്ഷ?
അതായത് 4 കാശ് കിട്ടുന്നതിനെക്കുറിച്ചാണ് രക്ഷ പറയുന്നത്. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെ രക്ഷപ്പെട്ടതെല്ലാം തിരിച്ചു വരും. നോക്കിയോ, എല്ലാം തിരിച്ചു വരേണ്ടി വരും. കാരണം എല്ലാ രാജ്യങ്ങളിലും അസ്വസ്ഥത വരാൻ പോവാണ്. വചനത്തിൽ പറയുന്നത് പോലെ മർക്കോസ് 12:13 ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. എല്ലാ രാജ്യങ്ങളിലും ഈ അവസാന കാലഘട്ടങ്ങളിൽ അസ്വസ്ഥതയുണ്ടാവും. ഇതെല്ലാം വചനം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ലൂക്കാ 21 പറയും, യുദ്ധങ്ങളും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, ഇതെല്ലാം സംഭവിക്കും. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലുണ്ടാവും. ക്ഷാമവും പകർച്ചവ്യാധികളുണ്ടാവും. ഭീകര സംഭവങ്ങളും ആകാശത്ത് വലിയ അടയാളങ്ങളുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കാരണം ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മളും ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നത് പോലെ രക്ഷപ്പെടാൻ വേണ്ടി നടക്കരുത്. എന്തുകൊണ്ടാണ് ഈ രക്ഷ? ഇപ്പോഴും എൻ്റെ രക്ഷ എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാകുക, കല്യാണം നടക്കുക, വീട് പണിയുക, ജോലി കിട്ടുക, അതാണ് രക്ഷപ്പെടൽ. ഇപ്പോഴും എൻ്റെ ആത്മരക്ഷയെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് ലീസ്റ്റ് ബോധറാണ് നമ്മൾ. ലീസ്റ്റ് ബോധറാണ്. അതാണ് രക്ഷ. അതാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗം നമുക്ക് വലിയ മുന്നറിയിപ്പ് തരികയാണ്. ഉണരുക, ഇനിയും മയങ്ങിക്കിടക്കരുത്, ഇനിയും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. നശ്വരമായ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല നീ. നീ അനശ്വരമായ ഒരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നശ്വരമായതൊന്നും നിന്നെ, ഈ ലോകത്തിലെ ഒന്നും നിന്നെ സ്വാധീനിക്കരുത്. വേറെ നീ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ലക്ഷ്യം വെച്ചാണ് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം തമ്പുരാൻ്റെ സന്നിധിയിൽ. സങ്കീർത്തകൻ പറയുന്നത് പോലെ ലോകത്തിൽ മുഴുവനും ഒരു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധീകരണം നമ്മളിലും ഉണ്ട്, പല രീതിയിലും നടക്കും. സങ്കീർത്തനം 66 സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്, 10-ാമത്തെ വചനം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടിമെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം സ്വർഗമെല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും, അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം, ഇതൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാണോ? ദുഃഖിതരാണോ? നിരാശരാണോ? നമ്മൾ പരിഭവവും പരാതിയും പറഞ്ഞ് നടക്കുന്നവരാണോ? സ്വർഗം പറയാണ്, അങ്ങനെ ആകരുത്. കാരണം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന നിനക്ക് സാധിക്കണം. അതിൻ്റെ പേരാണ് വിശ്വാസം. തമ്പുരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചില നഷ്ടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങൾ, ചില രോഗങ്ങൾ, നമ്മൾ പ്രത്യാശർപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തകർന്നേക്കാം. ഭയപ്പെടണ്ട, അതെൻ്റെ നന്മയ്ക്കാണ്. അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം.
ജീവിതത്തിലെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചതാണ്, പക്ഷേ ഒരുത്തൻ റോങ് സൈഡിൽ കൂടി വന്ന് ഇടിച്ചതാണ്. അത് അവൻ്റെ തോന്നിയവാസം കൊണ്ടാണ് സംഭവിച്ചതെന്നല്ല പറഞ്ഞു. കർത്താവേ, നീ എന്തോ ഈ ആക്ഷനിലൂടെ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കരങ്ങളിൽ നിന്ന് ഈ നഷ്ടത്തെ, ഈ വേദന ഞാൻ സ്വീകരിക്കുകയാണ്. അല്ലാതെ വല്ലവൻ്റെ തലയിലിട്ട് നടന്നു കഴിഞ്ഞാൽ നിൻ്റെ മേളിൽ ചിലപ്പോൾ വലിയ ബോംബായിരിക്കും അടുത്ത പ്രാവശ്യം വീഴാൻ പോകുന്നത്. അപ്പം നിൻ്റെ ജീവിതക്രമത്തിൽ ദൈവിക പദ്ധതി അനുസരിച്ചാണ് നീ പോകുന്നത്. സ്വർഗം ലക്ഷ്യമാക്കിയാണ് നീ ജീവിക്കുന്നത്. നിൻ്റെ കൂടെയുള്ളവരെ ഇതിലേക്ക് നീ നയിക്കുന്നുണ്ടോ ഒക്കെ സ്വർഗം നമ്മളോട് ചോദിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് ഇന്ന കാരണം കൊണ്ടാണ്, അത് റോങ് സൈഡിൽ കൂടി വേർത്ത് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്തതാണ്, ആദം പറഞ്ഞത് ആ സ്ത്രീ നീ തന്ന സ്ത്രീ കാരണമാണ്, ഇങ്ങനത്തെ വിഡ്ഢിതരങ്ങൾ പറയരുത്. ഈശോ പറഞ്ഞതുപോലെ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം 19 പടയാളികൾ വരികയാണ്. പത്രോസ് ഉടനെ വാളെടുത്ത് വീശുകയാണ്. പത്രോസെ, വാളറയിലിടുക, ഇത് സ്വർഗം അനുവദിച്ചതാ, സ്വീകരിക്കുക. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, നീ സത്യം പറയാമെങ്കിൽ നിന്നെ ഞാൻ വിട്ടുതരാം. അല്ലയോ പീലാത്തോസെ, ഞാനൊന്ന് ഞൊടിച്ചാൽ എൻ്റെ റോമാ സാമ്രാജ്യം അതേപടി എടുത്ത് കടലിൽ എറിയാൻ ഒരു വ്യൂഹം, സൈന്യം എൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഇത് സ്വർഗം അനുവദിച്ചതാ. നീ എൻ്റെ മേൽ അന്യായമായി വിധി പ്രസ്താവിക്കുന്നത് സ്വർഗം അനുവദിച്ചതാ. യു ക്യാരി ഓൺ. അതിഘോരമായ പീഡനത്തിലൂടെ കുരിശിൽ കിടക്കുമ്പോൾ ലോകം പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ചാടിവാ. താ പറഞ്ഞു, സ്വർഗം അനുവദിച്ചതാ ഇങ്ങനെ കിടക്കണം. എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കണം. ജീവിതത്തിലെ തകർച്ചകൾ, വേദനകൾ, ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, അതാരിലൂടെ വന്നോട്ടെ, എന്തു വന്നോട്ടെ, അത് ദൈവം അനുവദിച്ചതാണ്. എന്തിനു വേണ്ടി? എൻ്റെ നന്മയ്ക്ക് വേണ്ടി. എന്താണ് ആ നന്മ? പരമനന്മയായ ദൈവത്തെങ്കിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുവാൻ വേണ്ടി സ്വർഗം എന്നെ അനുവദിച്ചതാണ്. വേറെ ആരുടെ മേലും അതിൻ്റെ ഉത്തരവാദിത്തം ഇടരുത്. ഉത്തരവാദിത്തം ഇട്ടാൽ നീ വിഡ്ഢിയാണ്. കാരണം greater damage is going to come in your life. ആദ്യം സാത്താന് ശിക്ഷ കൊടുത്ത് രണ്ടുപേരും ചിരിച്ചു. ഭാര്യയ്ക്ക് ശിക്ഷ കൊടുത്ത് ആദം ചിരിച്ചു. പിന്നെ അവന് കിട്ടിയത് ലോകത്തെ ഏറ്റവും വലിയ ശാപമാണ്. അവർ അവൻ്റെ ജീവിതം തകർന്നുപോയി. അതുകൊണ്ട് നമുക്ക് വലിയ മുന്നറിയിപ്പുകൾ സ്വർഗം തരുമ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അവരെല്ലാം പാപികൾ, വയനാട്ടുകാരെല്ലാം പാപികളായതുകൊണ്ട് പോയെന്ന് പറയരുത്. അത് വിഡ്ഢിത്തരമാണ്. Lord have mercy on me. കരുണയുണ്ടാകണം കർത്താവേ എന്നോട്, എൻ്റെ ഭവനത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ. എല്ലാം ഇങ്ങനെ നടക്കുക, ഇതിലേക്കോ നടക്കുകയാണ്, എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുക. അപ്പോ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. തമ്പുരാനെ, നീ തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി ഞങ്ങളുടെ വിശ്വാസത്തെ കുറെ കൂടി ദൃഢപ്പെടുത്തി നിന്നിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തിന് ഏറ്റവും വേദനിക്കുന്ന, ദൈവത്തിന് ഏറ്റവും വേദനിക്കുന്ന ഘടകമാണ് നമ്മൾ പാപം ചെയ്യുന്നതല്ല ദൈവത്തിന് വേദന. ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് ദൈവത്തിൻ്റെ വേദന. ദൈവത്തിന് അനന്ത കാരുണ്യത്തിൽ ശരണപ്പെടാത്തതാണ് ദൈവത്തിൻ്റെ വേദന. കാറ്റക്കിസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യത്തെ പാപവും അതിനുശേഷം എല്ലാ പാപവും സംഭവിക്കുന്ന ദൈവത്തിലുള്ള അവിശ്വാസം കൊണ്ടാണ്. ഇന്നും സ്വർഗം നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, വീണ്ടെടുത്തു. നിന്നെ വീണ്ടെടുത്തിട്ടും നീ ഇപ്പോഴും ഈ ലോകത്തിന് വേണ്ടി, നിന്റെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആ വലിയ കാരുണ്യത്തെ നീ വിശ്വസിക്കുന്നില്ലേ? ഇത് ദൈവത്തിന് വലിയ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒപ്പം നിന്റെ ജീവിതത്തിൽ ചില വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നീ നഷ്ടധൈര്യനായി പോകുന്നുണ്ടോ? നീ ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ? നീ പരാതി പരിഭവമുള്ളവനായി നിരാശപ്പെടുന്നവനാണോ? അവിടെ നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെടുകയാണ്. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയാൻ സാധിക്കണം. മേലിൽ പാപത്തിന്റെ വഴിയിലൂടെ നടക്കത്തില്ല എന്ന് തീരുമാനങ്ങൾ എടുക്കണം.
എന്തൊക്കെയോ സ്വർഗം നമ്മളിൽ നിന്ന് മാറ്റപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ തമ്പുരാനുള്ള വിശ്വാസം നമുക്കൊന്ന് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ഈ ലോകത്തിലെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങളോ ഒന്നിലും ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന വേദനകളോ ദുഃഖങ്ങളോ അപമാനങ്ങളോ നിന്ദനങ്ങളോ രോഗപീഠകളോ ഞങ്ങളെ സ്വാധീനിക്കത്തില്ല. അതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിലെ സുഹൃത്ത് വലയങ്ങൾ, സമ്മാനിക്കുന്ന കയ്യടികൾ, പാരിതോഷികങ്ങൾ, ലോകം തരുന്ന ബഹുമാനത്തിന്റെ പുറകെ നടക്കരുത്. ദൈവമായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ദൈവമഹത്വമായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അവന്റെ മഹത്വം മാത്രമായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ ആധാരം. അല്ലാതെ ലോകം തരുന്ന കയ്യടിയോ സ്ഥാനമാനങ്ങളോ ബഹുമാനങ്ങളോ സ്വീകരിച്ച് അതിന്റെ പുറകെ നടക്കരുത്. ഇതൊക്കെ സ്വർഗം നമ്മളോട് കൃത്യമായി പറയുന്ന സമയങ്ങളാണ്. അതിനാൽ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒന്ന് വിളിക്കാം, സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാം. നമ്മുടെ വിശ്വാസം ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, എല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിനോട് ഒന്ന് ചേർന്നായിത്തീരുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം പറയുന്നു. നമ്മുടെ ഹൃദയത്തിലുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. അതൊന്നും നമ്മളെ ഭരിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങള്, വേദനകള് നമ്മളെപ്പോഴും നിരാശപ്പെടുത്തുന്നുണ്ടോ, നഷ്ടധൈര്യരാക്കുന്നുണ്ടോ, അതൊന്നും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എല്ലാത്തിനും നന്ദി പറയണം. കാരണം എല്ലാം നന്മയ്ക്കാണ്. എന്നെ ഒരുപടി കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ സ്വർഗത്തിന് യോഗ്യനാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ആയതിനാൽ യേശുവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്റെ ദുഃഖത്തിനും സങ്കടത്തിനും നിരാശയ്ക്കും കാരണമായതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, la bara bara kara bara la re 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 re. Hallelujah. യേശുവേ, അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നിന്റെ ഉള്ളിലുണ്ട്. അവൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അവൻ എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപരി നന്മയ്ക്കാണ്. പരമനന്മയായ അവനോട് ഒരു പടി കൂടി അടുത്ത് ചേർന്നിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് മനസ്സിലാക്കി നീ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ, ദുരിതങ്ങളൊക്കെ നിനക്ക് അനുഗ്രഹങ്ങളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല നന്ദി പറയേണ്ടത്. ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോഴും നന്ദി പറയാൻ സാധിക്കണം. അതിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നഷ്ടധൈര്യനാകരുത്, നിരാശനാവരുത്, എല്ലാവരെയും കുറ്റം പറയരുത്. എല്ലാവരുടെ തലയിലെ നിന്റെ വീഴ്ച, നിന്റെ ദുഃഖത്തിന്റെ കാരണം ഇന്ന കാരണക്കാരാന്ന് പറയരുത്. അത് ദൈവം തന്നതാണ്, ദൈവം അനുവദിച്ചതാണ്. യെസ് ലോർഡ്, സ്വീകരിക്കുന്നു. എന്നെ എളിമപ്പെടുത്തുവാൻ, എന്നെ എളിമപ്പെടുത്തുവാൻ, അഹങ്കാരിയായ എനിക്ക് എന്നെ എളിമപ്പെടുത്തുവാൻ വേറെ റോങ് സൈഡിലൂടെ കയറി വന്നു. യെസ് ലോർഡ്, ഐ അക്സെപ്റ്റ് ഇറ്റ്. ഐ താങ്ക് യു, ഐ പ്രൈസ് യു. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറയും, നന്ദി പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങളൊന്നും എന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എന്റെ യേശുവിലുള്ള വിശ്വാസത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. എന്റെ ലക്ഷ്യത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഒപ്പം ഈ ലോകം തരുന്ന കയ്യടിയോ ബഹുമാനങ്ങളോ സ്ഥാനമാനങ്ങളോ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് യേശു മാത്രം, അവന്റെ ഹിതം മാത്രം. അവൻ മാത്രമായിരിക്കണം നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അവന് നിന്നെ കുറിച്ചുള്ള പദ്ധതി മാത്രമായിരിക്കണം നിന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ബാക്കിയെല്ലാം മാറ്റപ്പെടേണ്ടതാണ്, ബാക്കിയെല്ലാം മാറ്റപ്പെടേണ്ടതാണ്.
ഈ ലോകത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. ദൈവം സൃഷ്ടിച്ച ലോകത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്ലാത്തതെല്ലാം ദൈവം നീക്കിക്കളയും. അറ്റ്ലീസ്റ്റ് അവന്റെ പദ്ധതി മാത്രമേ ഇവിടെ നിറവേറത്തുള്ളൂ. അതുകൊണ്ട് മക്കളെ എല്ലാം ദൈവകരങ്ങൾ സ്വീകരിച്ച് സ്തുതിക്കണം. ദൈവത്തോട് ഒരുപടി കൂടി ചേർന്നിരിക്കണം. നിരാശപ്പെടരുത്, ദുഃഖരുത്, നന്ദി പറയുക. ആ സ്നേഹം എന്നെ രൂപപ്പെടുത്തുന്ന സമയമാണ്. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എവിടെയൊക്കെയോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, നിരാശ, ദുഃഖം, ആകുലത, പരിഭവം, പരാതി എല്ലാം എൻ്റെ തലയിലൊക്കെ കൊണ്ടുപോയി ഇന്ന ആള് കാരണം ഇന്ന കാരണമൊക്കെ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവസ്ഥയൊക്കെ മാറ്റി തമ്പുരാൻ അനുവദിച്ചതാണ്. ആ സ്നേഹം എന്നെ ഒരിക്കൽ കൂടി തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത തരികയാണ്. എന്തിലൊക്കെയോ ഞാൻ അഭിമാനിച്ചു, എന്തിലൊക്കെയോ ഞാൻ സന്തോഷിക്കുന്നു, എന്തൊക്കെയാണ് എന്നെ നയിക്കുന്നത്. അങ്ങനെ ആകരുത്. യേശു മാത്രം, യേശുവിന് എന്നെ കുറിച്ച് പദ്ധതി മാത്രമായിരിക്കണം ഈ ലോകത്തിൽ നിന്നെ നയിക്കേണ്ടത്. ഇന്നു മുതൽ, ഇന്നലെ വരെ എന്തായിരുന്നുള്ള പോട്ടെ, ഇന്നു മുതൽ സ്വർഗം നിന്നോട് കൃത്യമായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവഹിതം, അത് മാത്രമായിരിക്കണം നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ബാക്കിയൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ നീ നോക്കി നിൽക്കരുത്. ആ സ്നേഹത്തിൽ നമ്മളെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, കൈകൾ ഇരിച്ചോണ്ട് വേണം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ വീഴും മായ്ക്കുന്ന സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ വീഴും മായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. കരമൊന്ന് ഉയർത്തിക്കൊണ്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹം നമ്മളെ സ്നേഹത്തിലേക്ക് എപ്പോഴും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്നേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്നേഹം നമ്മളെല്ലാവരെയും സ്നേഹത്തിലേക്ക് ആകർഷിക്കും. ആ സ്നേഹം നമ്മളെല്ലാവരെയും സ്നേഹമാക്കി മാറ്റും. അതാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത.
അപ്പോൾ നമ്മളെ എല്ലാവരെയും തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുമ്പോൾ ചില വേദനകളും ചില ദുഃഖങ്ങളും ഒക്കെ അവിടെ നിന്ന് അനുവദിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, നഷ്ടധൈര്യനാവണ്ട. അവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ഒരിക്കലും കൈവിടുന്നതിന്റെ അടയാളമല്ല. പക്ഷെ നിന്നെ രൂപാന്തരപ്പെടുത്തുക തന്റെ ഛായയിലേക്ക്, തന്റെ സാദൃശ്യത്തിലേക്ക്, തന്റെ സ്നേഹത്തിലേക്ക് അവൻ നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതിനെ ഓർത്ത് നന്ദി പറയണം, സ്തുതിക്കണം. അവൻ നിന്റെ കൂടെയുണ്ട്. അവന്റെ കരം പിടിച്ചിട്ടുണ്ട്. അവരെല്ലാം നന്മയാക്കി മാറ്റുന്നവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ യേശുവേ, ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയ നിമിഷങ്ങളെ ഓർത്ത്, നഷ്ടതരായ നിമിഷങ്ങളെ ഓർത്ത്, ദുഃഖിതരായി പോയ നിമിഷങ്ങളെ ഓർത്ത്, ദൈവത്തെ പഴിപറഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്തൊന്ന് പശ്ചാത്തപിക്കുക. കർത്താവ്, എവിടെയൊക്കെയോ നിന്നിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആകുലനായി പോയി, ഞാൻ പരിഭ്രമിച്ചു പോയി, ഞാൻ ദുഃഖിതനും നിരാശനുമായി പോയി. ഐ എം സോറി ലോർഡ്. എവിടെയൊക്കെ നിന്റെ സ്നേഹത്തെ ഞാൻ സംശയിച്ചു പോയി. യേശുവേ, നന്ദി, നന്ദി. എല്ലാം നല്ലതിനാണ്, എല്ലാം നന്മയ്ക്ക് മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരോടും പരിഭവമില്ല ഇനി, ആരോടും കുറ്റം പറയുന്നില്ല ഇനി. ഇന്നാള് കാരണം അതിന് ഞാൻ പറയുന്നില്ല. എന്റെ ദൈവം നൽകിയതാണ്. നന്ദി പറയുന്നു വിശ്വാസത്തിൽ. അതെന്റെ നന്മയ്ക്കാണ്, അതെന്റെ ഉപരി നന്മയ്ക്കാണ്. നന്ദി, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് മാത്രമാണ്. ഹല്ലേലൂയ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നന്മയ്ക്ക് മാത്രമാണ്. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നീ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നിന്നിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുവാൻ വേണ്ടി നൽകിയ നിന്റെ സ്നേഹ ചുംബനങ്ങളാണ് എന്റെ ജീവിതത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, വേദന. നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പാവങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ പാവങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ ആത്മാവിനാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, എന്റെ ആത്മാവിനാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം,
ലഭ്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ആസ്പദമാകേണ്ടത്, അതിന്റെ മാനദണ്ഡമാകേണ്ടത് ഈ ലോകമോ, ലോകത്തിലെ വസ്തുക്കളോ, ലോകത്തിലെ വ്യക്തികളോ, ലോകത്തിലെ സ്ഥാനമാനങ്ങളോ, ലോകത്തിലെ കയ്യടികളോ, ബഹുമാനങ്ങളോ നിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിലെ ഒന്നും നിനക്ക് ആശ്വാസം തരുന്നതാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിലെ ഒന്നും നിന്റെ പ്രത്യാശയുടെ അടയാളമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാം വിടുക, എല്ലാം ഉപേക്ഷിക്കണം, എല്ലാം വിട്ടുകളയണം. കർത്താവ് മാത്രമായിരിക്കണം നിന്റെ പ്രത്യാശ, നിന്റെ ആശ്രയം, നിന്റെ സന്തോഷത്തിന്റെ, നിന്റെ സുഖത്തിന്റെ, നിന്റെ എല്ലാ സൗഭാഗ്യത്തിന്റെയും ഏക മാനദണ്ഡം യേശു മാത്രം, യേശു മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരിയാറാറാബാറാഖ, ഹല്ലേലൂയ. യേശുവേ, അഭയം, നീയാണെന്റെ കോട്ട, നീയാണെന്റെ പ്രത്യാശ. യേശുവേ, നിന്നിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. ഓ, നീ മാത്രമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. എന്റെ അഭയശ്രീയും കോട്ടയും. ഇനി എനിക്ക് കുലുക്കമില്ല, ഇനി എനിക്ക് ആകുലതയില്ല, ദുഃഖമില്ല. ഇവിടെ വരുമ്പോൾ സ്വർഗം നമുക്ക് തരുന്നത് സ്വർണവും വെള്ളിയും ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളല്ല. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം, ആനന്ദം. അത് സിനിമ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല, ബിരിയാണി അടിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല, അതിലും ട്രിപ്പ് പോകുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല. ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു തരുന്ന ഒരാനന്ദം, ഒരു സമാധാനമുണ്ട്. ഈ സമാധാനം നിന്നിൽ വരണം. ഈ കാലഘട്ടങ്ങളിൽ അതാണ് സ്വർഗം നിന്നോട് പറയണം. ഇപ്പോഴും നീ പെട്ടെന്ന് ഡൗൺ ആവുകയാണ്, നീ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ്, ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നീ നിരാശനാകുകയാണ്. That shows your heart is not in Christ. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ഇപ്പോഴും പടവാ. അങ്ങനെ പടമായിട്ട് നിൽക്കാൻ പാടില്ല. കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കണം. യേശുവിലായിരിക്കണം നിന്റെ, അവനായിരിക്കണം നിന്റെ ആനന്ദത്തിന്റെ വിഷയം. അല്ലെങ്കിൽ അവനാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ വിഷയം എന്ന് പറയും. ചിലപ്പോൾ ആൾക്കാർ ഒന്ന് കൈതാഴ്ത്തിക്കുക, ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ പള്ളിയിലൊന്നും പോകാറ്, എനിക്കിങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മയിലൊന്നും വരേണ്ട കാര്യമൊന്നും പോകാറില്ല, ഞാൻ ധ്യാനമൊന്നും കൂടാറില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആകാൻ പറ്റുമോ? വിവരമില്ലാത്തവരുടെ വർത്താനം അത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാ. His name is Jesus. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 പറഞ്ഞത്, the happiness you are seeking, the joy you have a right to enjoy has got a name and a face. Jesus of Nazareth. നീ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിന്റെ അവകാശമായ ആനന്ദത്തിന് ഒരു പേരും രൂപമുണ്ട് മകനെ. എൻ്റെ പേരാണ് നസറത്തിലെ യേശു. ചില വിഡ്ഢികൾ പറയും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ പള്ളി പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല എന്ന് പറയാൻ നമ്മളും ചിലപ്പോൾ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. അപ്പോൾ അതേ ഒരു ചെറിയ നഷ്ടം വന്നപ്പോൾ എൻ്റെ ഹാപ്പിനെസ് പോയി, എൻ്റെ പ്രത്യാശ പോയി, ഞാൻ നിരാശനായി. അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ടും ഒരേ കാറ്റഗറിയാണ്. വെറുതെ യേശു യേശു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അല്ലാണ്ട് യേശു ഒന്നുമല്ല നിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം. ഇപ്പോഴും യേശു ആയിട്ടില്ല. ഇപ്പോഴും നിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം യേശു എന്ത് തരുന്നു തരുന്നില്ല എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറണം. ഓരോ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴും ഹൃദയം തുറിച്ച് അവനെ കൊണ്ടാണ് അപ്പോൾ പോകുന്നത്, അവൻ്റെ സാമീപ്യം കൊണ്ടാണ് പോകുന്നത്, അവൻ തരുന്ന സന്തോഷത്തിലാണ് പോകുന്നത്, അവൻ തരുന്ന സമാധാനത്തിലാണ് പോകുന്നത്. അത് ഈ ലോകത്തിലെ ഒന്നിനും എനിക്ക് തരാൻ സാധിക്കത്തില്ല. അതെൻ്റെ യേശുവിന് മാത്രം തരാൻ പറ്റുന്നതാണ്. നന്ദി പറയുന്ന കർത്താവേ, കരം ഉയരട്ടെ. അതുകൊണ്ട്
നിന്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നീ തിരിച്ചറിയുക. എന്ന് ലോകം പറയുന്ന വിഡ്ഢിത്തരങ്ങൾ അറിയും. ഞാൻ ഭയങ്കര സമാധാനത്തിലാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്, എനിക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ്. മുല്ലപ്പെരിയാർ ഡാമൊന്നും പൊട്ടത്തില്ലെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വെറുതെ പൊട്ടത്തിലാണ്. നിന്റെ വിശ്വാസം എന്താണ്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമില്ല എന്നുള്ളത്. നീ എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് വിശ്വാസം. ഡാം പൊട്ടിയാലും പൊട്ടിയില്ല നിന്നെ സംബന്ധിച്ച് വിഷയമൊന്നുമല്ല. പക്ഷേ ഞാൻ അവനിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടൽ എന്നെ അവനിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. അതിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നുണ്ടെങ്കിൽ വേറെ എന്തൊരു ദൗത്യത്തിന് എന്നെ മാറ്റി നിർത്താം. അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. അല്ലാതെ ഡാം പൊട്ടത്തില്ല എന്ന് വിശ്വസിക്കുന്നതല്ല എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം യേശുവാണ് ആകണം. എൻ്റെ പ്രത്യാശ അവനായിരിക്കണം. എൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അവനായിരിക്കണം. എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ സമാധാനം. ഇതിലേക്ക് നമ്മൾ വളരണം. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരിയ റാഭാരാഖാരാഭാരാഭാരാഭാരാഭാരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, വിശ്വാസം, നമ്മുടെ വിശ്വാസം, നമ്മളുടെ വിശ്വാസത്തിന്റെ പ്രകടനമാണ് നമ്മുടെ സ്തുതിപ്പ്, നമ്മുടെ സ്തുതിയുടെ ഗാനങ്ങൾ. Yes Lord, I believe, I trust in you. Hallelujah. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. വേറെ ഒന്നും ഈ ലോകത്തിൽ എനിക്ക് ആവശ്യമില്ല. വേറെ ഒന്നിനും ഈ ലോകത്തിലെ ഒന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിലെ ഒന്നിനും എന്നെ സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. You alone. ഹാലേ ഹാലേ. ഓ എൻ്റെ ആത്മാവേ, കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹാലേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യാരാബാല കരാലാബാരേ. വലിയ സന്തോഷത്തോടെ സ്തുതിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ ആലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ ആലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാവിൽ ദിനം ദിനമാ, തന്റെ മാവിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാവിൽ ദിനം ദിനമാ, തന്റെ മാവിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ, വൈരിയും നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. വിശ്വാസത്തോടെ പറഞ്ഞേ. നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോട് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികൾ
പ്രിയൻ, നിന്റെ ദൈവം, നിന്റെ സൃഷ്ടാവും പരിപാലകനും, നിന്റെ രക്ഷകൻ നിന്റെ കൂടെയുണ്ട്. അവനിലേക്ക് നിന്റെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളെല്ലാം കൊടുക്കുക. അവനെ ഭരമേൽപ്പിക്കുക. അവനിൽ നിന്നാണ് എല്ലാം സംഭവിക്കേണ്ടത്. യേശുവേ, സൗഖ്യമുണ്ട്. രോഗസൗഖ്യം മഹത്വപ്പെടുത്തേണ്ടത് അവനെ മാത്രം. എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഒന്നിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സ്തുതി, എന്റെ ബഹുമാനം, എന്റെ ആരാധന എന്റെ കർത്താവിന് മാത്രമായിരിക്കണം. ഹല്ലേലൂയ. എല്ലാ സ്തുതികൾക്കും യോഗ്യനായവൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, എല്ലാ മഹത്വത്തിനും യോഗ്യനായവൻ അവൻ മാത്രം, അവൻ മാത്രം. ഈ ലോകത്തിലെ ഒന്നിനെയും എന്റെ ഹൃദയം മഹത്വപ്പെടുത്തരുത്. ഈ ലോകത്തിലെ ഒന്നിലും എന്റെ ഹൃദയം സന്തോഷിക്കരുത്. ഈ ലോകത്തിലെ ഒന്നിനും ഞാൻ മഹത്വം കൊടുക്കരുത്. അതെന്റെ ദൈവത്തിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലേ കേൾക്കുക, ഞാനാണ് ഈ ലോകത്തിലെ ഏകദൈവം. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ഈ കാലഘട്ടങ്ങളെല്ലാം സ്വർഗം നിന്നോട് ചോദിക്കുകയാണ്, ഇതുപോലെ നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഇപ്പോഴും നിന്റെ ആരാധന വിഷയം എന്താണ്? എന്തിനാണ് ദൈവം അങ്ങനെ പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ശക്തിയോടെ ആരാധിക്കണം. ദൈവത്തിന് നമ്മുടെ ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. ആത്മീയ ജീവിതത്തിന് എൻ്റെ അകത്തൊരു
സത്യമുണ്ട്. നീ ദൈവത്തേക്കാൾ അധികമായി, ആരാധന എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. ദൈവത്തേക്കാൾ അധികമായി നീ എന്തിനെ സ്നേഹിച്ചാലും ആരാധിച്ചാലും അത് പതുക്കെ നിന്റെ ജീവിതത്തെ സ്വാധീനിക്കും. 2, ആ സ്വാധീനം പരമനന്മയായ ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റും. 3, അതിനുശേഷം അതിനെ കൈവിട്ടു പോകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയാണ്, ഈ ലോകത്തിലെ ഒന്നിനെ നീ ആരാധിക്കരുത്, സ്നേഹിക്കരുത്. നീ പണത്തെ സ്നേഹിച്ചാൽ പണം നിന്നെ ഭരിക്കും, അതിനെ ദൈവത്തിൽ നകറ്റും. കുറച്ച് കഴിഞ്ഞാൽ പണം നിന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും, നീ പരമദരിദ്രനായി മാറും. ഈ ലോകത്തെ വ്യക്തികളെ സ്നേഹിക്കരുത്, അവർ നിന്നെ ഭരിക്കും, ദൈവത്തിൽ നകറ്റും, അവസാനം നിന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് അവർ തന്നെ ഇട്ടിച്ചു പോകും. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ ബഹുമാനങ്ങളോ ആദരവുകളോ നീ സ്നേഹിക്കരുത്, ഇതെല്ലാം നിന്നെ കൈവിട്ടു പോകും. അതുകൊണ്ട് ദൈവം പറയാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ദൈവമായിരിക്കണം നിന്നെ ഭരിക്കേണ്ടത്. അവൻ നിനക്കൊരു തിന്മയും വരുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മൈ ജീസസ്, മൈ സേവിയർ, ഐ വർഷിപ്പ് യു ലോർഡ്. ഇപ്പോഴും ഈ ലോകത്തിലെ മക്കളെ പോലെ എന്തിൻ്റെയൊക്കെയോ പുറകെ കൈയടിച്ച് ആരാധിച്ച് സന്തോഷിച്ച് നടക്കരുത്, നടക്കരുത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവന് മാത്രമേ നിന്റെ ആരാധന നീ കൊടുക്കാൻ പാടുള്ളൂ. വേറെ നിന്റെ മക്കൾക്ക്, നിന്റെ ഭർത്താവിന്, നിന്റെ കൂടെയുള്ളവർക്ക്, നിന്റെ നാട്ടുകാർക്ക്, വീട്ടുകാർക്കൊന്നും ഈ സ്തുതി ആരാധന കൊടുക്കരുത്. അതെന്നും കർത്താവിന് മാത്രമുള്ളതായിരിക്കണം. അവൻ്റെ സ്നേഹമായിരിക്കണം നിന്നെ ഭരിക്കേണ്ടത്. അപ്പോഴാണ് ആരാധനയിൽ ആ സ്നേഹം നിന്റെ ജീവിതത്തെ, നീ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ, കെട്ടുകളിൽ നിന്നെ വിമോചിപ്പിക്കുന്നപ്പോഴാണ്. പൂർണ്ണമായി ആരാധിക്കണം. നിന്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളോ വല്ലതും ഉണ്ടോ? ദൈവത്തെക്കാൾ അധികമായി മൂല്യം കൽപ്പിക്കുന്ന, പ്രാധാന്യം കൽപ്പിക്കുന്ന വസ്തുക്കളോ സ്വപ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കുക. അവയൊന്നും നിന്നെ ഭരിക്കരുത്. ദൈവം മാത്രമായിരിക്കണം, ദൈവത്തിന്റെ പദ്ധതി മാത്രമായിരിക്കണം, ദൈവഹിതം മാത്രമായിരിക്കണം നിന്നെ നയിക്കേണ്ടത്, ഭരിക്കേണ്ടത്. അല്ലാത്തെല്ലാം എടുത്തു മാറ്റാൻ പറയണം, അല്ലെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും ജീവിതത്തിൽ. ആ സ്നേഹം നിന്നെ ഭരിക്കണം. അതിന് നിന്റെ ഹൃദയം പൂർണ്ണമായി കൊടുക്കണം. 90% കൊടുത്തിട്ട് കാര്യമില്ല, 99 കൊടുത്തിട്ട് കാര്യമില്ല, പൂർണ്ണമായി കൊടുക്കണം. ആ സ്നേഹത്താൽ ഗ്രസിക്കപ്പെടുവാൻ, നയിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിലെ വളഞ്ഞ വഴികളെ, കുഴികളെ നിരപ്പാക്കാൻ, വളഞ്ഞ വഴികളെ നേരെയാക്കാൻ, പരിവരുത്തനെ മൃദുലമാക്കുവാൻ, കുന്നുകളെ നിരപ്പാക്കുവാൻ, നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ കഴിവുള്ളതാണ് സ്നേഹം. പക്ഷെ ഇന്നും ആ സ്നേഹം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നില്ല? കാരണം നിന്റെ ആരാധന വിഷയം ലോകത്തിലെ പല കാര്യങ്ങളാണ്. That is why still you are struggling in your life. അതുകൊണ്ട് കർത്താവിന് കൊടുക്കണം, ബാക്കിയെല്ലാം വലിച്ച് ദൂരെ കളയണം. യേശു മാത്രം, യേശു മാത്രം. My Jesus, my Savior, Lord, there is none like you. All of my days I want to praise the wonders of your mighty love. My comfort, my shelter,
cease to worship you. Shout to the Lord, all the earth, let us sing. Power and majesty, praise to our King. Mountains bow down and the seas will roar at the sound of your name. I sing for joy at the work of your hands. Forever I love you, forever I stand. Nothing compares to the promise I have. Nothing compares to the promise I have. Nothing compares to the promise I have in you. കർത്താവായിരിക്കണം നിന്റെ ബലം, കർത്താവായിരിക്കണം നിന്റെ സമ്പാദ്യം. കർത്താവിലാണ് നീ എപ്പോഴും ആനന്ദിക്കേണ്ടത്. അവിടുന്നായിരിക്കണം നിന്റെ കോട്ടയും ബലവും. നിന്റെ പ്രത്യാശ അവനിൽ മാത്രമായിരിക്കണം. താങ്ക് യു ജീസസ്. ഈ രാത്രിയിൽ ഞങ്ങളെ നീ സ്വന്തമാക്കിയതിന്, നിന്റെ കരുണയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചതിന്, നിന്റെ നിറസാന്നിധ്യം നൽകി ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷഭരിതമാക്കിയതിന് നന്ദി പറയുന്നു. നല്ലൊരു കയ്യടി ക്ലാപ്പ് കർത്താവിന് കൊടുക്കുന്നു. We thank you, we praise you, we worship you, Lord. We adore you. Amen. 66-ാം സങ്കീർത്തനം 17-ാമത്തെ വചനം. സങ്കീർത്തകൻ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞു വന്ന് ചില പരീക്ഷണങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ പരിഭ്രമിച്ചു പോയി എന്ന് പറയാം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി നടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. ദൈവം നമ്മളെ ചില പ്രയാസങ്ങളൊക്കെ നടത്തുമെങ്കിൽ നമ്മളെ കൈവിടുന്നതല്ല, നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നതാണ്. ഇന്നത്തെ ഒരു ആത്മീയതയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ തകർച്ചകളുണ്ടായാൽ ഉടനെ കുറേ പ്രാർത്ഥന ചൊല്ലി, കുറേ നൊയമ്പെടുത്ത്, കുറേ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതെല്ലാം തിരിച്ച് മേടിക്കണം. അങ്ങനെ കിട്ടില്ല. നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുടി 4 ഒരെണ്ണം താഴെ വീഴുന്നുണ്ടെങ്കിൽ ദൈവം എടുത്തിട്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ്. അല്ലാണ്ട് നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ എന്തോ സംഭവിച്ചു, അതുകൊണ്ട് ഒന്ന് മുറുക്കി പിടിച്ചേക്കാം നമുക്ക്, അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവസിച്ചില്ല, 2-3 ആഴ്ചയായിട്ട് കൊന്തയില്ല, അതുകൊണ്ട് എന്തോ ഒരു സാധനം സംഭവിച്ചു, എന്നാൽ പിന്നെ ഒന്ന് കയറി പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് പിടിക്കാനല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ്. ഹല്ലേലൂയ. അത് രോഗമായാലും നഷ്ടമായാലും സാമ്പത്തിക ഞെരുക്കമായാലും ബുദ്ധിമുട്ടായാലും എൻ്റെ മക്കൾ എനിക്കെതിരെ സംസാരിച്ചാൽ, എൻ്റെ കൂടെയുള്ളവരെന്നെ ചതിച്ചാൽ, ഇതെല്ലാം ദൈവം അറിഞ്ഞോടാണ്. എന്തിനാണത് ചെയ്യുന്നത്? കാരണം നിന്റെ പ്രത്യാശ, നിന്റെ വിശ്വാസം ഇപ്പോഴും നീ വെച്ചിരിക്കുന്നത് എന്തിലൊക്കെയാണ്? നിന്റെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അസ്തിത്വം അത് നിലനിൽക്കേണ്ടത് യേശുവിൽ മാത്രമായിരിക്കണം. ദൈവത്തിന് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വെക്കേണ്ടത് ദൈവത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ അല്ലാത്തതെല്ലാം ദൈവം എടുത്തങ്ങ് കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാ കളയണത്? എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല.
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അസ്തിത്വം മാനദണ്ഡം ദൈവത്തിൽ മാത്രമാണെങ്കിൽ മാത്രമേ നിനക്ക് ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഈ ആദ്യ പാപത്തിൽ വീണുപോയ മനുഷ്യർ നമ്മളിപ്പോഴും സൃഷ്ടപ്രപഞ്ചത്തിലും സൃഷ്ടവസ്തുക്കളിലും സൗഭാഗ്യം തേടി നടക്കുന്നവരാണ് നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷ വിഷയങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സമാധാനത്തിൻ്റെ വിഷയങ്ങൾ. ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ ആകെ നഷ്ടതയിലും നിരാശരായിട്ടിരിക്കുകയാണ്. ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ, ഇതൊന്നും ആയിരിക്കരുത് നിന്റെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് സ്വർഗം നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഈ ചുറ്റുപാടും കാണുന്ന നശീകരണങ്ങൾ. അപ്പം അതുകൊണ്ട് ഇത് ദൈവം തന്നെ എടുത്തു മാറ്റുന്ന. ഇപ്പം ചില നിരീശ്വരവാദി ചോദിക്കും, നിങ്ങളുടെ ദൈവം ഇവിടെ? ഞങ്ങളുടെ ദൈവമാണ് എടുത്ത് കളയണത്. യാതൊരു സംശയമില്ല. എന്തിനാണ്? അത് ദൈവത്തിലാണ് നിന്റെ ജീവിതത്തിൻ്റെ അസ്തിത്വം വെക്കേണ്ടതെന്ന് ദൈവം ഉറപ്പിച്ച് പറയണം. അല്ലാത്തതെല്ലാം നിന്നെ കൈവിട്ടു പോവും, നിന്നെ നഷ്ടപ്പെടുത്തി പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് എന്തോ സംഭവിച്ചു എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചങ്ങ് പിടിച്ച് ഇതെല്ലാം തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ തിരിച്ച് കിട്ടുന്നല്ല. അങ്ങനെ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. നിന്റെ അസ്തിത്വം യേശുവിൽ മാത്രമാകണമെന്ന് അവിടത്തേക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ നിന്റെ ജീവിതം അവിടെ എത്തുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയുന്നുണ്ട്. ജോബ് ഭയങ്കര ദൈവഭക്തനൊക്കെയായിരുന്നു, പ്രാർത്ഥനക്കാരനായിരുന്നു, എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടിയൊക്കെ ബലിയർപ്പിക്കുന്നവനാണ്. പക്ഷെ ജോബ് പറയാണ്, ജോബിൻ്റെ സഹനങ്ങളോട് കടന്നപ്പോൾ ജോബ് പറയാം, ഇതുവരെ ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴെനിക്ക് നിന്നെ മനസ്സിലായി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇപ്പോഴും ഈ ലോകത്തിൻ്റെ കയ്യടി, ബഹുമാനം, ആദരവ്, സ്ഥാനമാനങ്ങൾ, ലോകം മൂല്യം കൽപ്പിക്കുകയും ബഹുമാനം കൽപ്പിക്കുന്നതിലൊക്കെയാണ് നമ്മളും സന്തോഷിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. എന്നാൽ അതിലൊന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടതും ബഹുമാനം കണ്ടെത്തേണ്ടതും. നമ്മുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബഹുമാനവും ആദരവെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവത്തിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അത് ഈ നാളുകളിൽ അതങ്ങനെയാണ് ദൈവം തീരുമാനിച്ചത്. പക്ഷേ ഈ നാളുകളിൽ അത് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് നമ്മൾ കിടന്ന് ഭയങ്കര പ്രാർത്ഥന, ലോകത്തത് സംഭവിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ഉരുൾ പൊട്ടാണ്ടിരിക്കാൻ പ്രാർത്ഥന, ഭൂമി കുലുങ്ങാണ്ടിരിക്കാൻ പ്രാർത്ഥന, ഡാം അതൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രി കിടക്കുമ്പോൾ ഞാൻ 2 കൊന്ത സ്പെഷ്യലായിട്ട് ചെല്ലും. എന്തിനാണ്? മുല്ലപ്പെരിയാർ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി. നിന്നോട് മുല്ലപ്പെരിയാർ പൊട്ടാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാനും ദൈവം പറഞ്ഞിട്ടില്ല. നീ പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ലോകവും ലോകവസ്തുക്കളെ ആരാധിച്ച് ദൈവത്തെ അപമാനിച്ച് നിന്ദിച്ച് കിടക്കുന്നൊരു തലമുറ നിന്റെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്നതിനനുസരിച്ച്, വെളിച്ചം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതനുസരിച്ച് ഇരുട്ട് ലോകത്തിൽ കയറി വരും. അതൊരു സ്വാഭാവിക പ്രവണതയാണ്. അപ്പോൾ ദൈവത്തെ നിരാകരിച്ച് തള്ളിപ്പറഞ്ഞ് നടക്കുന്നൊരു തലമുറ എന്ന് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഫൗസ്തീനയോടൊക്കെ ദൈവം പറഞ്ഞത്, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിന്നെ പ്രതി ഈ ദൈവനിഷേധികളും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നടക്കുന്ന ഈ ജനത്തിനെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. അല്ലാതെ നമ്മൾ മല പൊട്ടാണ്ടിരിക്കാനും വെള്ളം പൊങ്ങാണ്ടിരിക്കാൻ ഭൂമി കുലുക്കാണ്ടിരിക്കാൻ നീയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മ, ദൈവനിഷേധം, അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നൊക്കെയാണ് നമ്മളിന്ന് ഒളിമ്പിക്സിലൊക്കെ കാണുന്നതാണ്. ദൈവത്തെ നിഷേധിക്കുകയാണ്, അവഹേളിക്കുകയാണ്. 2, അതിൽ പങ്കെടുക്കുന്ന ആരും അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ പാടില്ല. ഞാൻ യേശുവിനുള്ളതാണെന്ന് പ്രകടിപ്പിക്കാൻ പാടില്ല. അതൊന്നും ഇവിടെ വിശ്വാസമൊന്നും ഇവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ദൈവത്തെ പുച്ഛിക്കുകയും അപമാനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നൊരു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ വിളി. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്ന ദുരിതങ്ങളിൽ മേലെ ദൈവം കരുണ കാണിക്കും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ലോകത്തിലെ ആൾക്കാർ പേടിച്ച് ഇരിക്കുന്ന പോലെ നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ
ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം നമ്മളോട് പറയാം, 17-ാമത്തെ വചനം, 66 സങ്കീർത്തനം 17-ാമത്തെ വചനം. ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ നാവ് കൊണ്ട് അവിടുത്തെ പുകഴ്ത്തി. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തകൻ വലിയ വായിൽ പറയാണ്, വലിയ ശോധനയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കർത്താവ് എന്നെ കടത്തിവിട്ടു. വെള്ളി ശോധന ചെയ്യുന്ന പോലെ എന്നെ ശോധന ചെയ്തു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ സങ്കീർത്തനം ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. ഈ കാലഘട്ടത്തിലൊക്കെ സ്വർഗം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും സ്വർഗം ഇടപെടുന്നില്ല. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ദുഷ്ടത കുടിയിരിപ്പുണ്ട് ഇപ്പോഴും. അത് വിശുദ്ധീകരിക്കണം നമ്മൾ. അപ്പോഴാണ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ നിരന്തരമായ അനുതാപവും കുമ്പസാരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടങ്ങളിൽ. കാരണം ദൈവ സാന്നിധ്യത്തിൽ എന്നും ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കാർക്കും ഇനി ഒരു നിമിഷം തമ്പുരാൻ്റെ കൂടെ അല്ലാതെയുള്ളൊരു നിമിഷം ഇനി ഈ ലോകത്തിൽ നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. അത്രമാത്രം അടയാളങ്ങൾ സ്വർഗം നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ഈ രക്ഷയെ, നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ രക്ഷയെ വളരെ നിസ്സാരമായി ലോകം കാണുന്ന പോലെ നീ കാണരുത്. സങ്കീർത്തനം പറയുന്നത്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. എൻ്റെ നാമത്തെ നിരന്തരം പ്രഘോഷിക്കുന്നതിന് ഞാൻ അവനെ സംരക്ഷിക്കുന്നു പറയണം. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം ഇതെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള സമയങ്ങളാണ്. അപ്പം നിരന്തരമായ കുമ്പസാരം, നിരന്തരമായ അനുതാപം, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മളീ പറഞ്ഞതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ചില വിശുദ്ധീകരണ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ചില സഹനങ്ങളും വേദനകളും നഷ്ടങ്ങളൊക്കെ തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ട്, ചില ഞെരുക്കങ്ങളൊക്കെ. ഈ ഞെരുക്കങ്ങൾക്കെല്ലാം ലോകത്തിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലെ കുറേ കുടുംബങ്ങളൊക്കെ അനാഥമായി പോയിട്ടുണ്ട്, വീട് തകർന്നു പോയിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട് യേശുവിൽ. ഹല്ലേലൂയ. ഈ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എടുത്ത് മാറ്റണമേ എന്ന് യാചിക്കാൻ മാത്രമല്ല നമ്മുടെ വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മറിച്ച് രോഗത്തിലും ദുഃഖത്തിലും ദൈവകരം കാണാനും ദൈവ പദ്ധതി ഗ്രഹിക്കാനും നമുക്ക് വിശ്വാസം സഹായകമാകണം. യേശുക്രിസ്തു നമുക്ക് കാണിച്ചെന്ന വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു കാനായിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോഴും 5,000 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോഴും ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും മാത്രമല്ല ദൈവിക മഹത്വം കണ്ടത്. എന്നാൽ ഒരു പടി കൂടി ഇതിനേക്കാളൊക്കെ ദൈവിക മഹത്വം കാണുന്നത് അവൻ കാൽവരി മലയിലെ കുരിശിൽ പാടുപീഡകൾ സഹിച്ച് കുരിശിൽ തന്നെ ഒരു ബന്ധനസ്ഥനാക്കി ലോകത്തിനു മുമ്പിൽ അപമാനിതനായി കിടന്ന സമയമാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തിയ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സത്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മളിപ്പോഴും ലോകത്തിൻ്റെ കയ്യടി, ബഹുമാനങ്ങൾ, ആദരവ്, വിജയങ്ങൾ, നേട്ടങ്ങൾ, ഇതാണ് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുന്നത് നമ്മൾ കാണുന്നത് അല്ല. ഈ ലോകത്തിലെ ട്രാജഡികളും ദുരന്തങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദൈവമഹത്വത്തിന് അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. അതും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിവുള്ളതാണെന്ന് യേശുക്രിസ്തു കാൽവരി മലയിലെ കുരിശിലെ തൻ്റെ മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരും. അപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെയും അതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന
ഘടകങ്ങളാണ് എന്ന് വിശ്വാസിയായ നിനക്ക് ബോധ്യമുണ്ടാവും. അത് ഈ ലോകത്തിനത് മനസ്സിലാവൂല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി, മരണം ഒരു വലിയ പരാജയമാണ്. അവൻ്റെ ഉത്ഥാനം ലോകം കണ്ടിട്ടില്ല. കാരണം ലോകത്തെ സംബന്ധിച്ച് വിജയം, നേട്ടം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതായിരിക്കണം. കാണാൻ പറ്റാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ചാടി വരണമായിരുന്നു. ചാടി വരാതെ അവിടെ കിടന്ന് മരിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അപ്പം നമ്മളും പറയുകയാണ്, എൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിൻ്റെ ശക്തി കണ്ടില്ല. പലരും എന്നെ കളിയാക്കി അവഹേളിച്ചു നിന്നിച്ച്, നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, നീ വലിയ പ്രാർത്ഥനക്കാരിയല്ലേ, എന്നിട്ടെന്താ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ചോദിച്ചപ്പോൾ ഞാനും നഷ്ടധൈര്യനായി. കാരണം ഞാനും ഇപ്പോഴും ദൈവിക മഹത്വം കാണുന്ന എന്തിലാണ്? എന്തൊക്കെയോ വിജയങ്ങളിലും നേട്ടങ്ങളിലുമാണ്. വിജയങ്ങളിൽ നേട്ടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തെറ്റൊന്നുമില്ല. എന്നാൽ യേശു ഒരു സത്യം കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോഴും 5,000 പേരും കൊടുത്തപ്പോൾ മാത്രമല്ല ദൈവം മഹത്വപ്പെട്ടത്, സകല ലോകത്തിൻ്റെ മുമ്പിൽ അവഹേളിതനും നിന്നതിനും പരിഹാസ്യനുമായി പരിപൂർണ്ണ നഗ്നനായ 3 ആണിമേൽ സ്വയം ബന്ധനസ്ഥനെ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന സമയത്താണ് ദൈവം ഏറ്റവും കൂടുതൽ മഹത്വീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, കുറച്ചുകൂടി ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ. ഈ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിന്നെ ദൈവത്തോട് ഐക്യപ്പെടുത്താൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവ ഐക്യത്തിൽ ആയിത്തീരുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചില വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ യേശുവിനോട് ഏറ്റവും ചേർന്നിരിക്കാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും മൂല്യമേറിയ സമയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിപ്പോഴും അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു? ഈ സഹനങ്ങളെ, വേദനകളെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അവൻ്റെ കൂടെ ആയിരിക്കുവാൻ എനിക്ക് കിട്ടുന്ന അപൂർവമായ നിമിഷങ്ങളാണിത്. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. എപ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ദുരിതത്തിലും പ്രയാസത്തിലും വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ മാത്രമാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, കാൽവരി മലയിൽ യേശു നിലവിളിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ലോകം അത് തെറ്റിദ്ധരിച്ചു. ലോകം വിചാരിച്ചത് ദൈവം അവനെ കൈവിട്ടത് കൊണ്ടാണ് യേശു നിലവിളിക്കുക എന്ന് വിചാരിക്കും. അല്ല, യേശു താൻ ദൈവമാണെന്നും ദൈവം എൻ്റെ കൂടെ എന്തും മാനവകുലത്തിൻ്റെ രക്ഷ സംഭവിക്കുകയാണെന്ന് വിളിച്ചു പറയുന്ന നിമിഷങ്ങളായിരുന്നു. 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനം ഏറ്റുപറയുന്ന നിമിഷങ്ങളായിരുന്നു. ആ സങ്കീർത്തനം എന്തിനുള്ളതാണ്? ലോകത്തിന് മുമ്പിൽ ദൈവം 1000 വർഷം മുമ്പ് മാനവകുലത്തിൻ്റെ രക്ഷയെക്കുറിച്ച്, രക്ഷകൻ ഭൂമിയിൽ വരുമെന്ന് 1000 വർഷം കൊണ്ട് പ്രവചിച്ച സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗമാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് നമുക്കറിയാം. 23-ാം സങ്കീർത്തനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? കർത്താവിൻ്റെ ഇടയനാവുന്ന എനിക്ക് എല്ലാത്തിനും കുറവുണ്ടാവുകയില്ല, പച്ചയാപുലയുടെ, നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. 91-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്ത്? അതിൻ്റെ സംരക്ഷണത്തിന് സംരക്ഷണം എന്ന് പറയുന്ന പോലെ ഈ നമ്പർ പണ്ട് കാലത്തില്ല. യേശു മരിക്കുന്ന സമയത്ത് സങ്കീർത്തനത്തിന് നമ്പറുകളില്ല. സങ്കീർത്തനം അറിയപ്പെടുന്നത് ആദ്യത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊരു സങ്കീർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ എല്ലാവരും കാണാപ്പാടം പറയും. ഈ സങ്കീർത്തനം യേശു കുരിശിൽ കിടന്ന് പറയുമ്പോൾ ലോകം, ദൈവത്തെ അറിയാത്ത ലോകം പറയാണ് ഇവനെ ദൈവം ഉപേക്ഷിച്ചതുകൊണ്ട് കളഞ്ഞ. അല്ല, ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷകൻ. നിന്റെ 1000 മുമ്പ് ദാവീദിലൂടെ എഴുതപ്പെട്ട ആ രക്ഷ ഇതാ ഇവിടെ പൂർത്തിയാവുകയാണ് എന്നിൽ എന്ന് നീ വിശ്വസിക്കേണ്ടതിൻ്റെ അടയാളമായിരുന്നു. അവർ പറയാ ഇവനെ ദൈവം കെട്ടിന് വരുമോ എന്ന് നോക്കാമെന്നാണ്. അപ്പോൾ ഈ വാക്യങ്ങളൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും പഠിക്കാതെ ചുമ്മാ ദൈവത്തിൻ്റെ പുറകെ നടന്നതുകൊണ്ടാണ്, ദൈവം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടാണ് അവർക്ക് യേശുവിൽ നൽകിയ ദൈവിക പദ്ധതികളൊന്നും അവർക്ക് മനസ്സിലായില്ല. നമ്മുടെയും പ്രശ്നം ഇതാ.
ഈ വചനങ്ങളൊന്നും പഠിക്കാതെ നമുക്കിങ്ങനെ വെള്ളിയാഴ്ചകളൊക്കെ വരാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കെന്തെങ്കിലും കിട്ടുന്ന സ്ഥലത്തെ നമ്മൾ പോവുള്ളൂ. നമുക്കെന്തെങ്കിലും ലാഭം വേണം. എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഇറങ്ങി എന്തെങ്കിലും കിട്ടണം. നമുക്ക് ദൈവത്തിൻ്റെ അടുത്തൊന്നും കിട്ടാൻ വേണ്ടി പോകരുത്. ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത് ദൈവത്തെ പ്രതി മാത്രമാണ് ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത്. അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വന്നില്ലെങ്കിൽ മഹാദുരന്തത്തിലേക്ക് നിങ്ങൾ പോകും. ദൈവത്തിൽ നിന്നെങ്കിലും കിട്ടാൻ വേണ്ടിയോ ദൈവത്തിൽ നിന്നെങ്കിലും നേടാൻ വേണ്ടിയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം മാറാൻ വേണ്ടിയോ നീ ദൈവത്തിൻ്റെ പുറകെ പോകുന്ന ആത്മീയത ഇന്നത്തോടെ നിർത്തുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രതി മാത്രം നീ ദൈവത്തിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുമ്പോൾ ബാക്കിയെല്ലാം നിൻ്റെ കൂടെ ചേർക്കപ്പെടും. ഈ സത്യത്തിലേക്കാണ് നീ വരേണ്ടത്. അപ്പം നമുക്കിപ്പോഴും ഈ ദൈവത്തെ അറിയുവാനും ദൈവത്തെ പഠിക്കുവാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, വെള്ളിയാഴ്ച വരുമ്പോൾ 2 വിഡ്ഢികളായ 2 ചേച്ചിമാരും ബൈബിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ബാക്കി എല്ലാവരും ഇങ്ങനെ സീസൺ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 കാണാമെന്ന് കുറേ ആൾക്കാരുണ്ട്. വൈകുന്നേരം അല്ലേ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ല, അന്ന് പോയേക്കാം, എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ആ രീതിയൊക്കെ നിർത്തുക. ഇനി നമ്മളിവിടെ വരുമ്പോൾ ബൈബിളുമായിട്ട് വരിക, ഒരു നോട്ട്ബുക്കൊക്കെ ആയിട്ട് വരിക. എന്താണെന്ന് കർത്താവ് എന്നോട് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു ചേട്ടനാണ്. ആ ചേട്ടൻ എല്ലാ ബിസിനസ് മീറ്റിനും എല്ലാ DTPക്കും വരും ബാംഗ്ലൂർ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എവ്രി മന്ത് ഹി കംസ്. പറയുന്ന ടോക്കുകളും കൂടെ റെക്കോർഡ് ചെയ്യും, നോട്ട്സ് എഴുതും. വീട്ടിൽ 5 പേരുണ്ട്. പിറ്റേ ദിവസം അവരത് കേൾപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ചോദിക്കും, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇതൊക്കെയാണ് ഇതോട്ട് പറഞ്ഞു വേണം. ഇങ്ങനെ കഴിഞ്ഞ 4 വർഷമായിട്ട് ആ മനുഷ്യൻ ചെയ്യും. എന്തിനാ വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വരാൻ എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്? അല്ല, ദൈവത്തെ അറിയണം, ദൈവത്തെ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ എന്തിനാണ് യേശുവിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് ചിന്തിക്കുക. കാരണം ഇനിയും ഈ ലോകത്തിൽ എന്തെങ്കിലും ലാഭങ്ങളോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ യേശുവിൻ്റെ പുറകെ നടക്കുന്നതെങ്കിൽ നീ ഈ ലോകത്തിൽ ഹതഭാഗ്യവാന്മാരായ ദൗർഭാഗ്യവാന്മാരായ മക്കളിൽ ഒരുവനായി നീ മാറുന്ന ആളെ. യേശുവിനെ പ്രതി മാത്രം യേശുവിനെ അന്വേഷിക്കുക. ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കുക. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ പുറകെ നടക്കരുത്. എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ പുറകെ നടക്കരുത്. അതാണ് കാരാഗ്രഹവും അഗ്നികുണ്ഠവും സിംഹക്കുഴിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. 3 യുവാക്കന്മാരെ അഗ്നികുണ്ഠത്തിലിടുകയാണ്. രാജാവ് പറയാണ്, നീ ഈ പ്രതിമയെ ആരാധിക്കാമെങ്കിൽ നിന്നെ ഇവിടുന്ന് വിടുകയും വലിയ സ്ഥാനമാനങ്ങൾ തന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. ആ 3 യുവാക്കന്മാർ പറയാണ്, അല്ലയോ രാജാവേ, നിനക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ. ഈ ലോകത്തിലെ എന്ത് തരാന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ദൈവത്തെ മാറ്റി നിർത്തി വേറൊരു സാധനത്തെ ഞങ്ങൾ ആരാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളുടെ ദൈവം. ഇനി അവൻ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇതിനെ ആരാധിക്കത്തില്ല. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഇന്നിവിടെ ഇരിക്കുന്ന 98% ആൾക്കാരോട് കർത്താവ് പറയാണ്, നീ എന്തിനാണ് ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നതെന്ന് അറിയോ? എന്തൊക്കെയോ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട്. ആ ആത്മീയത എന്നിവിടുന്ന് പോകുമ്പോൾ നിർത്തിയിട്ട് പോയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരും, വലിയ നഷ്ടങ്ങൾ വരും. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒന്നേ ഉള്ളൂ, ദൈവത്തെ പ്രതി മാത്രം ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൽ ഒന്നായി തീരണം. ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമെന്ന്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് വേറെ എന്തൊക്കെയോ എന്ന് പറഞ്ഞ് ദൈവത്തിലൂടെ നടക്കുന്നതൊക്കെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നീ മനസ്സിലാകാതിരിക്കരുത്. 2 സത്യ ദൈവത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ ഈ ലോകത്തിൽ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അത് ഈ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയാൻ നിന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കണം. അത് നീ ചെയ്യാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. ലോകം കാണിക്കുന്ന രീതിയിൽ ലോകം കയ്യടി കിട്ടുന്ന കാര്യം മഹത്വത്തിന് പുറകെ തന്നെയാണ് നീ നടക്കുന്നത്. അതല്ല, ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ അപമാനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, വീഴ്ചകൾ, ഒറ്റിക്കൊടുക്കലുകൾ, വിലാപങ്ങളും
ഇതെല്ലാം ദൈവ ഐക്യത്തിനും ദൈവമഹത്വത്തിനും ഉപാധിയായി തീരുന്നവയാണ് എന്ന് യേശു കുരിശിൽ കാണിച്ചു തരികയാണ്. അങ്ങനെ കുരിശിലെ അതിദയനീയമായ പാടുപീഡകൾ വഴി അവൻ മാനവകുലത്തെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയ മനുഷ്യവംശത്തെ തൻ്റെ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളിലും കൂടെ അവൻ ചേർത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നഷ്ടങ്ങളും വേദനകളൊക്കെ ദൈവ ഐക്യത്തിനുള്ള ഉപാധിയാണെന്ന് നീ മനസ്സിലാക്കണം. രണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് നീ മനസ്സിലാക്കണം. ഈ കാര്യം നിന്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നീ എഴുതി ചേർക്കണം. ഹല്ലേലൂയ. ഇതില്ലാതെയുള്ള വിശ്വാസം നിന്നെ വലിയ നഷ്ടത്തിലേക്കും ദുരിതത്തിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അതെങ്ങനെ സംഭവിക്കണം? അതിനാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വേദനകൾ ദുഃഖങ്ങളെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. പരാതി കൂടാതെ, പരിഭവം കൂടാതെ. പീലാത്തോസ് പറ്റിച്ചടാ, പത്രോസേ ചതിച്ചടാ എന്നൊന്നും യേശു പറയുന്നില്ല. മാതാവ് പറയുന്നില്ല, എൻ്റെ മകനൊരു കുറ്റം ചെയ്യാത്ത കുഞ്ഞാണ്, എല്ലാവരും കൂടി പറ്റിച്ചതാണ് കേട്ടത്. മാതാവ് പറയുന്നില്ല. അവരെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ദൈവം അനുവദിച്ചതാ. എന്തിനു വേണ്ടി? ഉപരിമഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകൾക്കൊക്കെ ദൈവത്തോട് ഐക്യപ്പെടുവാനും ദൈവം മഹത്വത്തിനുമുള്ള ഒരു വഴിയുണ്ടെന്നുള്ള സത്യം കൂടി നീ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ നിരാശരും ദുഃഖിതരും അസ്തപ്രാണരായിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. ഇവിടെയാണ് നിനക്ക് വിശ്വാസം വേണ്ടത്. അപ്പം അതുകൊണ്ട് അതെങ്ങനെ സംഭവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഈ സഹനങ്ങളെ വേദനകളെല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് സമർപ്പിക്കാത്ത വേദനകളും ദുരിതങ്ങളും നിൻ്റെ ജീവിതത്തിൽ ശാപത്തിൻ്റെ ദുരന്തത്തിൻ്റെ അടയാളമായി കിടക്കും. ദൈവത്തിന് സമർപ്പിക്കുന്ന വേദനകൾ എങ്ങനെ സമർപ്പിക്കണം? എൻ്റെയും ലോകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ സഹനങ്ങളും വേദനകളും ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുന്ന സഹനങ്ങൾ ദൈവിക മഹത്വത്തിന് കാരണമാവും. യേശുക്രിസ്തു മരിക്കുന്നത് വരെ കുരിശ് അപമാനത്തിൻ്റെ, അവഹേളനത്തിൻ്റെ, പരിഹാസ്യത്തിൻ്റെ, ശാപത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ യേശു കുരിശ് സ്വീകരിച്ചത് മുതൽ അത് ദൈവ മഹത്വത്തിൻ്റെ അടയാളമായി. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വരുമ്പോൾ അയ്യോ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറയണ്ട, അത് ദൈവം അനുവദിച്ചതാണ്. അവയ്ക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. എപ്പോഴാണ്? അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സന്തോഷത്തോടെ സമർപ്പിക്കണം. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. പൊട്ടക്കിണറ്റിൽ തൻ്റെ സഹോദരന്മാർ തന്നെ വലിച്ചെറിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ല. അവൻ പറയാണ്, നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതിനെ ഓർത്ത് വിഷമിക്കേണ്ട, നിങ്ങളല്ല എറിഞ്ഞത്, ദൈവം എറിഞ്ഞതാണ്. ദൈവം എറിയിപ്പിച്ച് എന്തിനാണ്? നിങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ, ഈ മഹത്വമേറിയ സ്ഥാനം കൈയടക്കുവാൻ സ്വർഗം അനുവദിച്ചതാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നിവിടെ വരുമ്പോൾ നിന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന എല്ലാം ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കുക. അത് ദൈവിക ഐക്യത്തിനും ദൈവ മഹത്വത്തിനും അതിൻ്റെ അകത്തൊരു കാരണമുണ്ടെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, എല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാപികളുടെ മാനസാന്തരത്തിന്, ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളെ വേദനകളെയും ഞാൻ ഇന്നോട്ട് കടന്നു വരുമ്പോൾ പോലെ എൻ്റെ ഉള്ളിൽ പല പരാതികളുണ്ടായിരുന്നു, പരിഭവങ്ങളുണ്ടായിരുന്നു. ഇന്ന ആൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു, നീ അനുവദിച്ചതാണ്. എന്നിലൂടെ നിന്റെ രക്ഷാകര പദ്ധതിയിൽ എന്നെ കൂടി ഭാഗവാക്കാക്കുവാൻ, നിന്റെ മഹത്വത്തിൽ എന്നെ പങ്കുകാരാക്കുവാൻ, ഈ സഹനങ്ങൾക്ക് നിന്നോട് ചേർന്നിരിക്കുവാൻ, ഈ സഹനങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ നന്ദി പറയുന്നു. സന്തോഷത്തോടെ സമർപ്പിക്കുക. സമർപ്പിക്കുന്നതെല്ലാം മഹത്വത്തിന് കാരണമാവും, സമർപ്പിക്കാത്തതെല്ലാം ശാപഗ്രസ്തമായിട്ട് തീരും. അതുകൊണ്ട് അങ്ങനെ ആകരുത്. എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തെ വേദനിപ്പിക്കുന്നു, അസ്വസ്ഥപ്പെടുന്നത് എല്ലാം കൊടുക്കുക. അതിന് വലിയ ശക്തിയുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. അത് ലോകത്തിന് മനസ്സിലാവില്ല.
ലോകം അതിന് പറയുന്നത് നിന്റെ കഴിവുകേട് കൊണ്ടാണ്, നിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ്, നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നീ ഇങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. അതൊന്നുമല്ല. അതൊക്കെ ദൈവം അനുവദിച്ചതാണെങ്കിൽ അത് ദൈവിക മഹത്വത്തിനത് കാരണമായതുകൊണ്ട് യേശുവേ നിന്റെ കരങ്ങളിൽ സ്വീകരിച്ച് നിന്നെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നന്ദി, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആത്മാക്കള് ഈ നിമിഷം സ്വർഗം പ്രാപിക്കുന്ന നിമിഷങ്ങളാണ്. താങ്ക് യു ജീസസ്. We praise you Jesus. Worship you Lord. Amen. Praise the Lord. Hallelujah.